ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ നല്ല നീളത്തിലരിഞ്ഞ് വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 മുറി തേങ്ങയാണ്. 1 മുറി തേങ്ങയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളകും 2-3 കാന്താരി കൂടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 4 കഷ്ണം ചുവന്ന ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ മിക്സിയിൽ, അതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. ഒട്ടും അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുക്കുന്ന പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ വെന്ത പച്ചക്കറിയിലേക്ക് നമ്മൾ ആ തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ വെന്ത പച്ചക്കറി നടുവിലായിട്ട് ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആ തേങ്ങ അരപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.